ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ നോക്കുക കേട്ടോ. ആദ്യമേ തന്നെ ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് മെയിൻ ഫാബ്രിക് ഇത് ഇതുപോലെ അരികത്തേക്കൂടി ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. 3 പീസും ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ക്യാൻവാസിൽ നമുക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഈ ഒരു മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ്, ഈ ഒരു സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് നെക്ക് ഇറക്കം ഞാനിവിടെ 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് മുകളിൽ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 9.5 ഇഞ്ച് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ആ ഒരു 3.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കണേ. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഇതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഈ പുറമേക്കടെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഉള്ളിക്കട കട്ട് ചെയ്യാം. മുകളിൽ ചെറിയൊരു ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1/4 ഇഞ്ചും 1 പോയിന്റും ഞാനൊരു തയ്യൽ തുമ്പ് ഈ ഒരു മടക്ക് വശത്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബോഡി പോർഷനിൽ മാർക്ക് ചെയ്ത സെയിം ആ ഒരു തയ്യൽ തുമ്പ് തന്നെയാണ് ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പറിലും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് അടിയിലേക്ക് 6.5 മാർക്ക് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ നെക്കിൻ്റെ വീതി മുകൾ ഭാഗത്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് വേണം വീതി മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 3.5 ഇഞ്ച് ഇത് എവിടെയാണ് വരണേ അതങ്ങ് മാർക്ക് ചെയ്തു. ബാക്കിൽ കൊടുത്ത അതേ ഷേപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രണ്ട് നെക്കിനും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെക്ക് വരച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഫ്രണ്ട് നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്യാൻവാസ് ലൈനിങ് തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരികുവശം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ ഞാൻ എടുത്തു കൊടുത്തു. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നല്ല വശമാണ് കേട്ടോ. റോങ് സൈഡ് ഇതാണ്. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കറക്റ്റ് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇതേ ഷേപ്പിന് തന്നെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ചുറ്റും കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെരിച്ച് ഈ ഒരു നെക്കിന് ചുറ്റും ഫുള്ള് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ നെക്കിന് ചുറ്റും കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചു കൊടുക്കാം കേട്ടോ.
ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ്. ഇങ്ങോട്ട് ഞാൻ നീട്ടി വരച്ചിരിക്കുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. നമ്മൾ സെൻറ്റർ വഴി കട്ട് ചെയ്യും. ഫ്രണ്ടിൽ ഹുക്ക് വഴിയും വെക്കാനുള്ള തയ്യൽ തുമ്പാണ് ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ നെക്ക് ഇവിടെ വന്ന് അവസാനിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഫ്രണ്ട് നെക്ക് ചെയ്തേ ആ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള പീസ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുക. നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് വലിച്ചു പിടിക്കാണ്ട് പയ്യെ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ രണ്ട് സൈഡ് പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഫ്രണ്ട് പോർഷന് നല്ല വശം ഇതുപോലെ അങ്ങ് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം രണ്ടിൻ്റെ ഷോൾഡറും ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ്റെ അതേ ക്യാൻവാസ് പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ പതിച്ചൊന്നും അടിച്ചിട്ടില്ലല്ലോ, അതുപോലെ ഹെമ്മും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാൻവാസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ക്യാൻവാസ് ഇതുപോലെ നിവർത്തുക. അതിനുശേഷം രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്തേ സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു സൈഡും ചെയ്യാം. ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്ത് ഒന്ന് ഹെം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കും. അതല്ല സമയമൊന്നുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് ഓപ്പണിങ് കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷന് സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഹുക്കും മയൊക്കെ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹുക്കിൻ്റെ ആ ഒരു പടി എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തില്ലേ, അതിൽ റൈറ്റ് സൈഡിലേക്കുള്ള പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് മെറ്റീരിയലിൽ ഞാൻ 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചാണ്. അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലുണ്ട്, ലാസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഞാൻ കറക്റ്റ് 2 അല്ല 2.1 ഉണ്ട് കേട്ടോ. 2 ഇഞ്ച് മതി. ഇനി ഈ ഒരു മെറ്റീരിയലിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗം കുറച്ചധികം കയറ്റിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ടല്ലോ, അത് അടിയിലേക്ക് ഒന്ന് മടക്കി വയ്ക്കുക. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അപ്പം ഇതുപോലെ നമ്മൾ അടി വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ ഇങ്ങോട്ടൊന്ന് നീക്കി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ്ങിനോട് തൊട്ട് ചേർന്ന് അടി വരെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ബാക്കോട്ട് ഇതുപോലെ അങ്ങ് മറിച്ചു കൊടുക്കുക കേട്ടോ. മറിച്ച് കൊടുത്തതിന് ശേഷം അരികത്തേക്കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉൾവശത്ത് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം. ബ്ലൗസിൻ്റെ പെർഫെക്ഷൻ എപ്പോഴും ഭംഗി ഹെം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഹെം ചെയ്യാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹുക്കിനുള്ള പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലാണ് തുണി എടുത്തത്, അപ്പോൾ എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഹുക്കുകൾ തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഐ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ഐ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഐ ചെയ്തെടുക്കാനായിട്ട് ഞാൻ നല്ല മെറ്റീരിയലിൽ നിന്ന് 3 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീതി വരുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു റോങ് സൈഡിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത മെറ്റീരിയൽ കുറച്ച് കയറ്റിയിട്ട്, മുകൾ ഭാഗം കുറച്ച് കയറ്റിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു തുണിയുടെ നല്ല വശം റോങ് സൈഡിനോട് ചേർന്ന് വരുന്ന പോലെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മുകൾ വശം ജസ്റ്റ് ഒന്ന് മടക്കുകയാണ്. മുകൾ വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ നല്ല വശത്തേക്ക് മറിക്കുകയാണ്. ഇതാണ് നമ്മുടെ തുണിയുടെ നല്ല വശം. ഈ ഒരു മുകൾ വശം ഇതുപോലെ മടങ്ങിയായിരിക്കും ഇരിക്കുക. അത് കറക്റ്റായിട്ടൊന്ന് മടക്കി വയ്ക്കുക. അതിനുശേഷം ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ഇനി ഇതിന് ഒരു മടക്കും കൂടി മടക്കണം കേട്ടോ. ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ പോലെ ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തയ്ച്ചു കൊടുത്തിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വി പോലെ നമുക്ക് തയ്ച്ചു പോയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വി പോലെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഞാൻ കാണിച്ചത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും, എന്നിട്ടൊരു വി സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഇടയിൽ വി പോലെ അങ്ങ് തയ്ച്ചു കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മളിങ്ങനെ തയ്ച്ചു വരും, ഇങ്ങനെ വി പോലെ സ്റ്റിച്ച് ചെയ്യും, വീണ്ടും അടിവരെ സ്ട്രെയിറ്റ് തയ്ക്കും, കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും വി പോലെ നമ്മൾ ഷേപ്പിൽ തയ്ക്കും. ഇങ്ങനെയാണ് കേട്ടോ നമ്മളിനി തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കുളത്ത് പോലെ തുന്നി പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തുന്നി പിടിപ്പിച്ചാലും മതി. ഓരോ ഗ്യാപ്പ് ഇട്ട് കുളത്തിടാനായിട്ട് ഇതുപോലെ ഗ്യാപ്പ് തുന്നി പിടിപ്പിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വി പോലെ തയ്ക്കുന്നേ ഉള്ളൂ. യുടെ ഭാഗവും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അടിവശം ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് വീതിയുള്ള തുണി ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇനി ഈ ഒരു നല്ല വശത്തിൻ്റെ അടിവശത്തോട്ട് ഈ ഒരു തുണി ചേർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഹുക്കും മൈയൊക്കെ പിടിപ്പിച്ച ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് കുറച്ചധികം തുണി നീട്ടത്തിൽ പുറത്തേക്ക് നിൽക്കുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ. അതിനുശേഷം ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുക.
അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അടിവശം ഈ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെ തയ്ച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെയൊന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് പതിച്ചങ്ങ് ഈ ഒരു ലൈനിങ് തുണിയിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണി നമുക്ക് ബാക്കോട്ട് മറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കോട്ട് മറിച്ചതിന് ശേഷം ഒന്ന് അരികത്തേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അടിഭാഗം ഫിനിഷിങ്ങിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു അടിവശം. അപ്പോൾ ഇതുപോലെ തന്നെ 2 സൈഡിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും അടിവശം ഇതുപോലെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ അടിവശം നമ്മൾ ഫിനിഷിങ്ങിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് സ്ലീവിൻ്റെ അരികുവശം ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ചേർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബോഡി പോർഷൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന പോലെ വേണം വെക്കാനായിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചു. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ 2 സൈഡിലേക്കും സ്ലീവ് സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് സെൻറ്റർ വരെ തയ്ച്ചെടുക്കുക. സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തയ്ച്ചു പോവുക. അപ്പോൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ സ്ലീവ് തയ്ച്ചെടുക്കുക. തയ്ച്ചതിന് ശേഷം കാണിക്കുക കേട്ടോ. അങ്ങനെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതേ കുളത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഹെമ്മിങ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.